ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് അഡീനിയം കളക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച കുറേ തൈകളാണ്. ആദ്യം ഇതിൻ്റെ പൂമൊട്ടുകളെല്ലാം കുറേ കൊഴിഞ്ഞു പോവുകയും അതുപോലെ തന്നെ വളർച്ചയും കുറവായിരുന്നു. പിന്നീട് ഞാൻ പൊട്ടാഷ് ഇതിൻ്റെ ചുവടുകളിൽ ഇട്ട് കൊടുക്കുകയും അത് പെട്ടെന്ന് അതിൻ്റെ വളർച്ച ഉണ്ടാവുകയും ചെയ്തു. പൂമൊട്ടുകളൊക്കെ കരിയാതെ പൂക്കൾ കിട്ടുകയും ചെയ്തു. ഇത് വെള്ള അഡീനിയമാണ്, വെള്ളപ്പൂക്കളുള്ളതാണ്. പക്ഷേ മഴവെള്ളം ഈ പൂവിൻ്റെ മുകളിൽ വീഴും തോറും അതിതുപോലെ കരിഞ്ഞ് നിൽക്കും. പക്ഷേ അത് നമ്മൾ മഴ പെയ്യുമ്പം മാറ്റി വെച്ചാൽ പൂക്കളെ നല്ലോണം കിട്ടുന്നതാണ്. ഇത് മഞ്ഞ അഡീനിയമാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഡബിൾ പെറ്റൽ അഡീനിയമാണ്. പക്ഷേ കുറേ നാൾ പൂവൊന്നും പൂക്കാതെ മൊട്ടൊന്നും വരാതെ നിന്നു. അപ്പോൾ ഞാൻ ഈ NPK ഞാൻ ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുത്ത ഹൈഡ്രോസ്പീഡ് എന്ന് പറയുന്ന NPK കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് തളിച്ചു കൊടുത്തു. അതിനുശേഷമാണ് ആരോഗ്യമായിട്ട് തൈകളൊക്കെ ഉണ്ടാകുന്നത്. ഇതെല്ലാം ഞാൻ ആ നാടൻ അഡീനിയത്തിൽ നിന്ന് കൊമ്പുകൾ മുറിച്ച് മാറ്റി നട്ടതാണ്. ഇപ്പോൾ എല്ലാം നല്ല ഗ്രോത്തായി പൂക്കാറായി നിൽക്കുകയാണ്. NPK 19 അടിച്ചു കൊടുക്കാം. പിന്നെ അല്ലാതെ ജൈവവളങ്ങളും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലതായിട്ട് ബലമായിട്ട് വളർന്നു വരും. പിന്നെ പൂക്കളും ഉണ്ടാകും പെട്ടെന്ന്. മീൻ കഴുകിയ വെള്ളം അതെല്ലാം, അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ചത് കാൽസ്യത്തിനാണ്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. മറ്റ് പ്ലാന്റിനേക്കാട്ടിലും പെട്ടെന്ന് വളരുകയും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് അഡീനിയം കളക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച കുറേ തൈകളാണ്. ആദ്യം ഇതിൻ്റെ പൂമൊട്ടുകളെല്ലാം കുറേ കൊഴിഞ്ഞു പോവുകയും